വർഷത്തെ കാത്തിരിപ്പാണ് എൻ്റെ ഭഗവാന്റെ കഞ്ഞി കുടിക്കാൻ. സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതമായി. ഞങ്ങൾക്ക് പാസ്സൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 10 ദിവസം ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര സങ്കടമായിരിക്കും. അവസാന നിമിഷത്തിൽ പല സൈസ് പാസ്സുകൾ നമ്മുടെ അടുത്തെടുത്ത് തരുന്നു. ഇതിൽ VIP പാസ് നമുക്ക് എല്ലാ വർഷവും കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ടാണ് കിട്ടിയത് കയ്യിൽ. എന്നാൽ പോലും നമുക്ക് ഭഗവാന്റെ ഭക്ഷണം എല്ലാം കൂട്ടുകറികളൊക്കെ നമുക്ക് ഈ പാസ്സിൽ കിട്ടും. എന്നാൽ പോലും വരി ഉണ്ടാവും. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതല്ലേ. ഇതിനുള്ള ക്യൂ വേറെ സെപ്പറേറ്റ് ആയിരിക്കും. പല ടൈപ്പ് പാസ്സിന് പല ക്യൂ ആയിരിക്കും. അതുപോലെ അവിടെ വരി നിന്ന് കഴിക്കുന്നവരുണ്ടാവും. രാത്രി തന്നെ ഭക്ഷണം വെച്ച് തുടങ്ങുമല്ലോ. പുലർച്ചെ 6 മണി തൊട്ട് ഭക്ഷണം കൊടുത്ത് തുടങ്ങും. 3 മണി തൊട്ടിട്ട് ചോറും രസക്കാളും പപ്പടവും കൊടുക്കും. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത്. ഭഗവാന്റെ ഭക്ഷണം, ഭഗവാന്റെ ഉത്സവത്തിൽ നമുക്ക് പങ്കുകൂടാൻ പറ്റണത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ. അത് അനുഭവിച്ചിട്ടുള്ളവർക്കും അതറിയുന്നവർക്കും ഭഗവാൻ അറിയുന്നവർക്കും മാത്രമാണ് ഇതിൻ്റെ രുചി അറിയുന്നവർക്ക് മാത്രമാണ് ആ ഒരു സന്തോഷവും ആത്മനിർവൃതി കാര്യങ്ങളും കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാവർക്കും ഒന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. പലരും ചോദിക്കും നിങ്ങൾക്ക് ഗുരുവായൂരിൽ നിന്ന് എന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം എന്നും ക്യൂ നിന്ന് കഴിക്കാമെന്ന് പറയുന്നത്. വർഷത്തിൽ ഒരു വർഷം കാത്തിരുന്നിട്ടാണ് ഈ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം എത്തിയില്ല. ഗുരുവായൂരപ്പ ഒരു വർഷമായി കാത്തിരിക്കണം. കാത്തിരിപ്പാണ് എൻ്റെ ഭഗവാന്റെ കഞ്ഞി കുടിക്കാനായിട്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ. പപ്പടം ഉണ്ടോ അമ്മ? കണ്ണ, അയ്യോ എൻ്റെ കണ്ണ കാർമുകിൽ വണ്ണ മിന്നും താമര കണ്ണ. ഫുഡ് എത്തി, ഭഗവാന്റെ ഭക്ഷണം എത്തി. എൻ്റെ കണ്ണ കണ്ടോ, കണ്ട കാളൻ, കണ്ണൻ്റെ ഓലൻ, കണ്ട പപ്പടം. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കൂട്ടി.